അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനായി തൃശൂർ ജില്ലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തി തുടങ്ങും. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി 25,32,000-ലധികം വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സമാധാനപരമായ വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷയാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഷിഗ സുരേന്ദ്രൻ IAS അറിയിച്ചു. 13 മണ്ഡലങ്ങളിലായി ആകെ 77 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മണലൂരിലും കുറവ് നാട്ടികയിലുമാണ്. ജില്ലയിലെ 2839 പോളിംഗ് സ്റ്റേഷനുകളിലും ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് ജില്ലയിൽ കൂടുതൽ. വോട്ടെടുപ്പ് ഡ്യൂട്ടിക്കായി റിസർവ് ഉൾപ്പെടെ 13,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന 25 പോളിംഗ് സ്റ്റേഷനുകളും തൃശൂർ മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ബൂത്തുകളും പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പുറത്തുള്ള വോളണ്ടിയർമാരെ ഏൽപ്പിക്കണം. ക്രമസമാധാന പാലനത്തിനായി 7,500 പോലീസുകാരെയാണ് ജില്ലയിലാകെ വിന്യസിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ 231 ബൂത്തുകളും ചേലക്കരയിൽ 218 ബൂത്തുകളും കുന്നംകുളത്ത് 206 ബൂത്തുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടെ തന്നെ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് പുറപ്പെട്ടു. You are watching VCV News.